ചില സമയത്ത് അങ്ങനെയല്ലേ, നമ്മളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി നമ്മൾ തനിയെ പോയല്ലേ പറ്റുള്ളൂ. അപ്പോൾ ഹൈ ഡിയേഴ്സ്, ഞാൻ അഞ്ചു. അപ്പോൾ ഇപ്പോൾ ഈ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം നാട്ടിൽ പോയപ്പോൾ എടുത്ത് വെച്ചിരുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ. ഇതെന്താണെന്ന് വെച്ചാൽ കുറച്ച് പേർ എൻ്റെ അടുത്ത് ചോദിച്ചായിരുന്നു, എന്താ തനിയെ നാട്ടിൽ പോയ അല്ല ബസ്സിൽ പോകുന്ന വീഡിയോ കണ്ടല്ലോ. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനിയൊരു കാര്യം പറയാം, എപ്പോഴും നമ്മളുടെ കൂടെ എപ്പോഴും എല്ലാവരും ഉണ്ടായിരിക്കണം എന്നില്ല. അപ്പോൾ നമ്മൾ ആ ഒരു വരുന്ന സിറ്റുവേഷൻ അനുസരിച്ച്, സിറ്റുവേഷൻ മാറിക്കൊണ്ടിരിക്കുകയല്ലേ ഉള്ളത്, അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ കാര്യങ്ങൾ ചെയ്തല്ലേ പറ്റുള്ളൂ. അപ്പോൾ ഞങ്ങൾ ഈ പ്രാവശ്യം നാട്ടിൽ എനിക്ക് വീണ്ടും അർജൻറ്റായിട്ട് പോകേണ്ട ഒരു ആവശ്യം വന്നപ്പോഴത്തേക്കും ഞാൻ പെട്ടെന്ന് തന്നെ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ട് ഞങ്ങൾ അപ്പോൾ ഞാനിവിടെ പോകാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്തു. അപ്പം നമ്മൾ പോകുമ്പോൾ, കാരണം ഞങ്ങൾ നേരത്തെ ഇറങ്ങാൻ വേണ്ടി ഇരുന്നിട്ട് ഞങ്ങൾക്ക് പറ്റിയില്ല. അത് നമുക്ക് വൈകുന്നേരം വരെ, രാത്രി ഒരു 7 മണി വരെ നമ്മൾ ഷോപ്പിൽ കാര്യങ്ങളെല്ലാം ചെയ്തതിന് ശേഷം പോകുമ്പോൾ ഞങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ ഒത്തിരി ലേറ്റായിപ്പോയി. ഞങ്ങൾ ഫുഡൊന്നും കഴിക്കാണ്ടാണ് പോയത്. അപ്പോൾ ജോ പെട്ടെന്ന് ഡ്യൂട്ടി കഴിഞ്ഞ് അതിലെ വരുമ്പം നമുക്ക് ഫുഡെല്ലാം വാങ്ങിച്ച് തന്നു. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ഫുഡെല്ലാം കഴിച്ചതിന് ശേഷം ഞങ്ങളെ ബസ് കയറ്റി വിട്ടു. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞാനും അങ്ങനെ തനിയൊന്നും പോകുന്ന ആളല്ല. വർഷങ്ങളായിട്ട് ബാംഗ്ലൂർ ഉണ്ടെങ്കിലും ഞാനങ്ങനെ തനിയെ ട്രാവൽ ചെയ്യാറേ ഇല്ല. ശരിക്കും പറഞ്ഞാൽ എൻ്റെ അടുത്ത് കൂടെ എപ്പോഴെങ്കിലും എൻ്റെ ഫാമിലി ആരെങ്കിലും ഉണ്ടാവില്ല, ഞാൻ പോവാറേ ഇല്ലായിരുന്നു. ഈ പ്രാവശ്യം നാട്ടിൽ പോകുമ്പോൾ എന്തിനാണ് ബസ്സിൽ പോയതെന്ന് വെച്ചാൽ, കാരണം വെച്ചാൽ എപ്പോഴും തള്ളുന്നൊന്നും അല്ല. മിക്കവാറും പോകുമ്പോൾ ഞാൻ എൻ്റെ സിസ്റ്റർ കൂടെ കാറിലായിരിക്കും പോകുന്നത്, അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ വണ്ടിയിലായിരിക്കും പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഈ പ്രാവശ്യം ഞാനും അപ്പവും തന്നെയുള്ളൂ. അപ്പം നമ്മൾ വിചാരിച്ചു നമുക്ക് 2 പേർക്കും കൂടിയിട്ട് ബസ്സിൽ പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ പോകുന്നതാണ് കേട്ടോ. അപ്പം ഞാനും അവനും കൂടെ പോകുമ്പോഴത്തേക്കും ഏകദേശം നമുക്ക് 9 മണിക്ക് നമ്മളടുത്ത് ഇലക്ട്രോണിക് സിറ്റിയിൽ വരാൻ പറഞ്ഞു. 9 അല്ല 8:30 മണിക്ക് ഇലക്ട്രോണിക് സിറ്റിയിൽ വരാൻ പറഞ്ഞു. പക്ഷേ 8:30 മണിക്ക് ഞങ്ങൾക്ക് ഇലക്ട്രോണിക് സിറ്റിയിൽ എത്താൻ പറ്റാഞ്ഞുകൊണ്ട് ഞങ്ങൾ പിന്നെ ഇവിടുന്ന് ഡയറക്റ്റ് മടിവാളയ്ക്ക് പോയി. അപ്പം മടിവാളയ്ക്ക് പോയപ്പോൾ നമുക്ക് അവിടെ നിന്ന് ബസ് കിട്ടി. അപ്പോൾ അങ്ങനെ ഞങ്ങൾ കയറി പോകാൻ വേണ്ടി ബസ് വെയിറ്റ് ചെയ്യുന്ന ഒരു രംഗമാണ് കാണുന്നത്. അങ്ങനെ ബസ് വന്നു, ഞാനും അവനും കൂടെ കയറി. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞാൻ ഈ ബസ്സിലധികം ട്രാവൽ ചെയ്യാത്ത കാരണം എന്താണെന്ന് വെച്ചാൽ, എനിക്ക് നല്ലവണ്ണം വൊമിറ്റ് വരും. അത് നമ്മൾ എവിടെ പോയാലും എനിക്കൊന്ന് കുറച്ചൊരു നേരെ, അതായത് ബാംഗ്ലൂരോ കർണാടക അങ്ങനെയുള്ള എവിടെയുള്ള സ്ഥലങ്ങളിലാണ് അന്നങ്ങനെ വൊമിറ്റ് ചെയ്യാറില്ല. പക്ഷേ എനിക്ക് ബസ്സിൽ പോകുമ്പോൾ, സ്പെഷ്യലായിട്ട് നമ്മുടെ നാട്ടിലേക്ക് പോകുമ്പോൾ എനിക്ക് ഇരുട്ടി എത്താറാകുമ്പോഴത്തേക്കും, അത് വീരാജ്പേട്ട എല്ലാം കഴിയുമ്പോൾ എനിക്ക് നല്ല വൊമിറ്റ് വരും. അതുകൊണ്ട് ഞാൻ കയറി പാടെ ഫ്ലാറ്റ് ആവും. അപ്പം കുറച്ച് സമയം ഞാൻ ഇരുന്നു, അതിന് ശേഷം ഞാൻ കിടന്നു. പക്ഷെ നമ്മൾ ഡ്രൈവർ ചേട്ടനടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇരുട്ടിലും 3:30ക്ക് എത്തുമെന്ന് പറഞ്ഞപ്പോൾ ആ സമയത്ത് വിളിക്കണം, അറിയില്ല എനിക്ക് സ്റ്റോപ്പ് വന്നാൽ ഞാൻ ഉറങ്ങിപ്പോകുമെന്ന് പറഞ്ഞുകൊണ്ട് ആ ചേട്ടൻ കറക്റ്റായിട്ടാണ് വിളിച്ച് എണ്ണിപ്പിച്ചിട്ടുണ്ട്. ഞങ്ങളെല്ലാം പോകുന്ന ആര്യ ബസ്സിനാണ് കേട്ടോ. നല്ല സ്ലീപ്പർ ബസ്സാണ്, നമുക്ക് ട്രാവൽ ചെയ്യാൻ നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ബസ്സായിരുന്നു. അപ്പം ഞാനും അവനും കൂടെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, എപ്പോഴും നമ്മൾ തനിച്ച് പോകാനൊക്കെ ഒന്ന് പഠിക്കണ്ടേ. എപ്പോഴും നമ്മുടെ കൂടെ എല്ലാവരും ഉണ്ടാവണം എന്ന് വിചാരിച്ചാലും നടക്കില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് എന്താ പറയുക,